നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. സമാധി കല്ലറ പൊളിക്കാനായി എല്ലാ തരത്തിലുള്ള അനുമതിയും ഹൈക്കോടതി ഇപ്പോൾ നൽകുകയാണ് പോലീസിനും അധികാരികൾക്കും. എന്നാൽ ഈ സാഹചര്യത്തിൽ ഏവരെയും കുഴപ്പിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ മറുപടിയിലുണ്ടാകുന്ന അവ്യക്തതകൾ, ആശയക്കുഴപ്പങ്ങൾ, ഇതൊക്കെ തന്നെയാണ് വലിയ ചർച്ചയായി മാറുന്നത്. കോടതി ആദ്യം ചോദിച്ചിരിക്കുന്നത് മരണപ്പെട്ടിരിക്കുന്നുവെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെ? സമാധിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിരീക്ഷണമാണ് കോടതി പങ്കുവച്ചത്. പക്ഷേ കുടുംബം പറയുന്നത് തങ്ങളുടെ പിതാവ്, തൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മരണപ്പെടാതെ പിതാവിനെ മക്കൾ സമാധി ഇരുത്തിയ സംഭവത്തിലാണ് ഹൈക്കോടതി കുടുംബത്തിൻ്റെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഒരിക്കലും അതിനെ എതിർക്കാനായി സാധിക്കില്ല. എങ്ങനെ മരിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ടെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ജസ്റ്റിസ് CS ഡയസിൻ്റേതാണ് ഈ ഉത്തരവ്. കല്ലറ തുറക്കണമെന്ന RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം. ഒരു കാരണവശാലും അത് തുറക്കാൻ സാധിക്കില്ല. തങ്ങൾക്ക് പൂജാതി കർമ്മങ്ങളുണ്ട്, മറ്റ് പല അനുഷ്ഠാനങ്ങളുമുണ്ട്. അതൊന്നും തന്നെ വിഘാതം വരുത്താനായി തങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നായിരുന്നു കോടതിയിൽ നിലപാട് സ്വീകരിച്ചത്. സമാധിയായി എന്ന് പറയപ്പെടുന്ന നെയ്യാറ്റിൻകര ആറാലുമൂട് ഗോപൻ്റെ ഭാര്യയും 2 ആൺമക്കളുമായിരുന്നു ഈ ഹർജി കൊടുത്തത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. ഹർജിയിൽ ജില്ലാ കളക്ടർക്ക് നോട്ടീസാണ് കോടതി അയച്ചിരിക്കുന്നത്. കേസ് അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കും. ഈ പരിഗണിക്കുന്ന വേളയിൽ പോലീസ് സംഘം ഇനി കല്ലറ തുറക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാനായി കോടതിക്ക് സാധിക്കില്ല. അത് നിയമ നടപടി മാത്രമാണ്. നടപടിക്രമങ്ങൾ അവർ വേണ്ട രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് പറയുന്നത്. ഹർജി പരിഗണിച്ചപ്പോൾ ഗോപൻ എങ്ങനെ മരിച്ചുവെന്ന് പറയാൻ കുടുംബത്തോടാണ് കോടതി ആവശ്യപ്പെട്ടത്. ഗോപൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യമാണ് രണ്ടാമതായി ചോദിച്ചത്. എന്നാൽ കുടുംബം പറയുന്നത് മരിച്ചാലല്ലേ മരണ സർട്ടിഫിക്കറ്റ് നൽകാനാകൂ എന്നുള്ളതാണ്. അതിൻ്റെ ചില വീഡിയോ ശകലങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു തരാം. ഓരോരുത്തർക്കും ഓരോ പ്രശ്നം വരുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ. ഈ നാടിന്റെ നിയമം നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരല്ലേ? നിങ്ങൾ പൗരനാണ്, ഞാനും പൗരനാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അച്ഛന്റെ മരണമല്ല അത്. എന്റെ അച്ഛൻ്റെ അത് മരണമല്ല, എന്റെ അച്ഛൻ്റെ അത് സമാധിയാണ്. ഹിന്ദു അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരമനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചതല്ല. എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാൾ ഞാൻ സമാധിയായി എന്ന് പറഞ്ഞ് ഒരിടത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാം, അതിൽ നിങ്ങൾക്ക് നോക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം 30 വർഷത്തോളം പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഇപ്പോ ആളിനെ കാണാനില്ലെന്നല്ലേ പറഞ്ഞ. ഈ പരാതി നൽകിയതാരാ? അതാ ചോദിച്ചത്. ഞാൻ അതാ ചോദിച്ചത്. ഈ ഹിന്ദുത്വത്തെ ഈ ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധിയായതാണ്, ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ? ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ്. മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിലുണ്ടോ? നിങ്ങളുടെ ഭാഷയിൽ അത് സമാധി ആയിക്കോട്ടെ, എന്താണെങ്കിലും ആയിക്കോട്ടെ, ആ വ്യക്തി ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത്രയും വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ്? അതാണ് ചോദ്യം. അവിടെ ഇരിക്കുന്നത് താങ്കളുടെ. ഇപ്പൊ ഞാൻ പറഞ്ഞറിയാം, ഇന്നലെ ഏഷ്യാനെറ്റിൽ നിന്നും 24 നിന്നും നൈറ്റ് ലൈവ് ഉണ്ടായിരുന്നു. അതില് ഇപ്പൊ ആള് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ടൂളുണ്ട്, സ്കാനറില്ലേ, അതിൽ വെച്ച് ചെക്ക് ചെയ്തോടെ ആളതിനകത്തുണ്ടാകുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം, അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്ന് പറയുമ്പോ ഇതൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛൻ ഈ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ശിവന്റെ അമ്പലം, അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾക്ക്, അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല. സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവന്റെ അമ്പലത്തില് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. ചേട്ടാ അമ്പലത്തിന്റെ പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ. എന്റെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛന്റെ സമാധി ഇരിക്കുന്നത്. അപ്പോ ഈ കോവിലിൽ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അറിയണം. കാര്യം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു തരാം ചേട്ടാ. ഇല്ല വിശ്വംഭരൻ എന്ന ആളല്ല. ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? അതെനിക്കറിയണം. വേറെ ആരുമല്ല ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നാഗരുടെ കാവുണ്ട്. നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം. നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം.
ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ. ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല ചേട്ടാ ശരിയല്ലല്ലോ. ഇല്ല ഞാൻ സമ്മതിക്കില്ല 100-ൽ ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം, ഒറ്റ കാര്യം, പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ, തിരിച്ചു ചോദിക്കാണ്, അയാൾ മുസ്ലിമാണോ? അങ്ങനെ പറയരുത് ചേട്ടാ. ഞാൻ ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ സമാധാനം ചേട്ടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം, ഇതൊരു ആശ്രമമാണ്. അപ്പൊ ഒരു സമാധാനത്തിൽ സംസാരിക്കും. ഇനിയിപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും അന്വേഷണം തടയാൻ കഴിയില്ല എന്നുമാണ് കോടതി പറയുന്നത്. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗം തന്നെയാണ്. FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ടെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നുള്ളത് തിരിച്ചറിയണം. അത് കണ്ടെത്തിയ ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും. മരണം എവിടെയാണ് അംഗീകരിച്ചതെന്നുള്ള ചോദ്യമാണ് കുടുംബത്തോട് കോടതി പിന്നീട് ഉയർത്തിയത്. ഇനിയിപ്പോൾ നിങ്ങൾ തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് ഹർജിക്കാരനോട് ചോദിക്കുന്നത്. മരണത്തിൽ സംശയാസ്പദമായൊരു സാഹചര്യമുണ്ട്. ഹർജി ഫയലിൽ സ്വീകരിച്ച് അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ അതിൽ കൃത്യമായൊരു തീരുമാനമുണ്ടാകും. അതുവരെ പോലീസ് നടപടി ഒന്നും തന്നെ നിർത്തിവെക്കേണ്ടതില്ല. മരണശേഷമുള്ള 41 ദിവസത്തെ പൂജ മുടങ്ങാതെ ചെയ്യാൻ കഴിയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കുടുംബം ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത്. ഭാര്യ സുലോചനയാണ് ഈ ഹർജി കൊടുത്തത്. ഈ ആവശ്യമാണ് നിരുപാധികം തള്ളിയത്. ഇപ്പോൾ നടക്കുന്ന സ്വാഭാവിക നടപടിക്രമത്തിൽ ഒന്നും തന്നെ കോടതി ഇടപെടുന്നില്ല. രോഗാതുരനായി മരണശയ്യയിലായിരുന്ന ഗോപൻ സ്വർഗവാതിൽ ഏകാദശിയായ ജനുവരി 9 സമാധിയാകുന്നതിന് ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്നും തങ്ങൾ അത് സാധിച്ചു കൊടുത്തു എന്ന് മാത്രമാണ് ഭാര്യയും മക്കളും ഹർജിയിൽ പറയുന്നത്. അന്നേ ദിവസം തങ്ങളുടെ ഭർത്താവിനെ സമാധിയിലിരുത്തി അതിനുമേൽ സമാധി പീഠം നിർമ്മിച്ചുവെന്നാണ് ഹർജിയിൽ പറയുന്നത്. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ഇങ്ങനെ ചെയ്തു. സമാധിയായി മരിക്കുന്നത് രാജ്യത്ത് വിലക്കിയിട്ടില്ല. ഹർജിയിൽ പറയുന്ന കാര്യം, തങ്ങളുടെ വീടിന് പിന്നിൽ താമസിക്കുന്ന വിശ്വംഭരൻ ഗോപനെ കാണാനില്ലെന്ന് കാട്ടി ഒരു പരാതി കൊടുത്തു. നൽകുന്നതുവരെ സമാധി കാര്യത്തിൽ ആർക്കും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ പിന്നീടത് വലിയ വിഷയമായി മാറി. മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കിയെന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. ഗോപൻ തൻ്റെ വീടിനോട് ചേർന്ന് ക്ഷേത്രവും നാഗത്തറയും നിർമ്മിച്ചതിൽ വിശ്വംഭരന് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അത് വഴിത്തർക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൻ്റെ പേരിലായിരിക്കണം ഒരുപക്ഷേ കാണാനില്ല എന്നുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയതെന്നാണ് ഹർജിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റ് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായിരുന്നാലും കോടതി ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.